HNT കോഴ്സ് ഒരു ഡൗട്ട് ആണോ? ഒന്നും പേടിക്കണ്ട. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് HNTന്റെ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിരിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഈ വീഡിയോ കാണുക. ഹലോ ഫ്രണ്ട്സ്, എന്താണ് HNT കോഴ്സ്? ഹയർ നാഷണൽ ഡിപ്ലോമ കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. സോ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. എന്താണ് HNT കോഴ്സ്? എത്രയാണ് ഇതിന്റെ ഫീ? എന്താണ് എലിജിബിലിറ്റി? പിന്നെ എവിടെ പോയി പഠിക്കണം? പകുതി ഇവിടെയും പകുതി അവിടെയാണോ പഠിക്കേണ്ടത്? അതിന് സ്പോൺസർഷിപ്പ് എക്സാം ചെയ്യണോ? IMECT എക്സാം ചെയ്യണോ എന്നുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. HNT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ നാഷണൽ ഡിപ്ലോമ കോഴ്സ് ആണ്. ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DNS പോലെയാണ് HNT കോഴ്സും. HNT കോഴ്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പ്ലസ് ഇംഗ്ലീഷ്, ഇതിൽ 50% മാർക്ക് ആയിരിക്കണം. കൂടാതെ ഇംഗ്ലീഷിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളത്, അതായത് നമുക്ക് DNS BSc പഠിക്കണമെങ്കിൽ, ഇന്ത്യയിൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് നമുക്ക് 60% അബവ് മാർക്ക് വേണം. സോ അതില്ലാത്ത കൂട്ടർക്ക് ഈ കോഴ്സാണ്. സോ ഈ കോഴ്സ് റാങ്ക് കുറഞ്ഞവർക്കാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ വെറും 50%, ഇംഗ്ലീഷിൽ 50% മാത്രം മതി. പക്ഷേ ഈ കോഴ്സ് വളരെ കഷ്ടമാണ്. കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഫീ എന്ന് പറയുന്നത് താങ്ങാവുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാർക്കൊന്നും ഈ പറ്റാത്ത ഒരു കോഴ്സാണ്. സോ ഞാൻ ഒരിക്കലും ഈ കോഴ്സ് സജഷൻ ചെയ്യില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കൂടുതലാണ്, ഹയർ ബാക്ക്ഗ്രൗണ്ട് ആണ്, മിഡിൽ ക്ലാസ് ഫാമിലി എന്നല്ലാണ്ട് ഹയറിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 17 മുതൽ 25 വയസ്സ് വരെയാണ്. അതായത് DNSഉം BSc നോട്ടിക്കൽ സയൻസും പറയുന്നത് പോലെ തന്നെ 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. പിന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. മെഡിക്കൽ എല്ലാത്തിലെ പോലെ എല്ലാ അപ്രൂവ്ഡ് ആയത് മർച്ചന്റ് നേവിയിൽ എല്ലാ കോഴ്സിലും നിങ്ങൾ മെഡിക്കലി മെന്റലി ഫിറ്റ് ആയിരിക്കണം. അതായത് 6/6, 6/9, 6/12 വരെ മാക്സിമം ഐസൈറ്റ് ഒക്കെ പോകാൻ പാടുള്ളൂ. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീ എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഫീ വെറും കോഴ്സ് ഫീ മാത്രം 14 ലക്ഷം രൂപയാണ് വരുന്നത്. സോ 14 ലക്ഷം രൂപ വരെ ഫീ മാത്രമാണ്. കൂടാതെ ഇപ്പൊ UK പോയിട്ട് നിങ്ങൾക്ക് അവിടെ താമസിച്ച് നിങ്ങൾക്ക് അവിടെ മറ്റുള്ള, അതായത് റൂം റെന്റ്, ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ ചെലവ് വരും. പ്ലസ് STCW കോഴ്സ് ചെയ്യണമെങ്കിൽ അതിന് തന്നെ ഏകദേശം 4 ലക്ഷം രൂപ വരെ വേണ്ടി വരും. ഇതിന്റെ ഒരു ഫീ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂട്ടി നമുക്കൊരു 20 ലക്ഷത്തിന്റെ മേലെ പോകും. സോ ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുക. അപ്പോ അതായത് കോളേജ് ഫീ മാത്രം 14 ലക്ഷം രൂപയും പിന്നെ എക്സ്ട്രാ വരുന്ന മറ്റുള്ള ചെലവും എല്ലാം കൂട്ടിയും 20 ലക്ഷത്തിന് മേലെ വരും. സോ ഇതാണ് ഫീ ഷെഡ്യൂള്. പിന്നെ വരുന്നത് IELTS എക്സാം. അതായത് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം നമ്മൾ ഇന്ത്യയിലും പിന്നെ വരുന്ന ഒരു വർഷം നമ്മൾ UK പോയിട്ടാണ് ചെയ്യേണ്ടത് ഈ കോഴ്സ്. സോ ഈ കോഴ്സിൽ ഒരു വർഷം നമുക്ക് ഇന്ത്യയിൽ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ UK പോകുന്നതിന് മുമ്പ് നമുക്ക് IELTS എക്സാം എഴുതിയിരിക്കണം. IELTS എക്സാമിൽ നമുക്ക് 5.5 സ്കോർ, അതായത് 5.5 സ്കോർ നമ്മൾ കൊണ്ടുവന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് IELTS എക്സാമിൽ നമുക്ക് UK പോകാനുള്ള വിസ എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. സോ ഇത് ടോട്ടലായിട്ട് 2 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അപ്പൊ 2 വർഷത്തെ കോഴ്സ് നമ്മൾ മൊത്തമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വർഷം ഇന്ത്യയിലും ഒരു വർഷം നമ്മൾ UK മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ ഇന്ത്യയിൽ വരുന്ന DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, വെറും 1 വർഷത്തെ കോഴ്സാണ്. പക്ഷെ ഇത് നമുക്ക് 2 വർഷത്തെ കോഴ്സാണ് തരുന്നത്. പക്ഷെ നമുക്ക് കുറെ പേർക്ക് ഉണ്ടാവും, ഈ നമ്മൾ UK പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിസ തരുന്നത് കൂടെ ആ വിസേനെ കൂടെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് തന്നിരിക്കും നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. സോ അവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഏർണിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ ഈ 14 ലക്ഷം രൂപയിൽ തന്നെ നമുക്ക് ഏകദേശം ഒതുക്കി തീർക്കാനും പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ കോഴ്സ് ഒതുക്കി തീർക്കാൻ പറ്റും. ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് വിസയിൽ നമുക്ക് ഉണ്ടാവും. നമുക്ക് UK പോവാണെങ്കിൽ നമ്മുടെ വിസയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുന്നു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 പൗണ്ട് മുതൽ 15 പൗണ്ട് വരെ പെർ അവേഴ്സിന് നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പൈസ പിടിക്കാനുള്ള തിരക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിത്തത്തിൽ നിങ്ങൾ പിന്നോട്ടമായി പോകും. അപ്പോ പഠിത്തവും പറ്റില്ല, പിന്നെ പ്ലേസ്മെന്റ് കിട്ടാതെയാവും.
സോ അത് ഇപ്പൊ ശരിക്കും നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച് പാസ്സാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പാർട്ട് ടൈം ജോലിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ നടക്കാണ്ടിരിക്കും. സോ യു ഷുഡ് ഫോക്കസ് ദ എഡ്യൂക്കേഷൻ. അപ്പോ എഡ്യൂക്കേഷനിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു പാർട്ട് ടൈം എന്ന് പറയുന്നത് തന്നെ ജോബ് അല്ല. പാർട്ട് ടൈം എന്ന് പറയുന്നത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് സമയങ്ങൾ മാത്രം. അപ്പൊ കുറച്ച് സമയങ്ങൾ മാത്രം നിങ്ങൾ വേണമെങ്കിൽ പാർട്ട് ടൈം ചെയ്തോളൂ. അതിൽ കുറച്ച് പൈസ ഉണ്ടായിക്കോളൂ. അക്കോമഡേഷൻസിന് ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. സോ അങ്ങനെ മാത്രം ചെയ്ത് മറ്റുള്ളത് മൊത്തമായിട്ട് നിങ്ങൾ പഠിത്തത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക. എന്നാലും മാത്രമേ ഇതിൽ പാസ്സാക്കിയിട്ടുള്ളൂ. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് മേറ്റ് എക്സാം, അതായത് ഓഫീസർ എക്സാമോ ഇല്ലെങ്കിൽ ക്ലാസ് 4 എക്സാമോ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? അത് നമുക്ക് UK മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാല് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 12 മാസത്തെ സീ സർവീസ് ഉണ്ടായിരിക്കണം. അതായത് ഇതെല്ലാം കോഴ്സൊക്കെ കഴിഞ്ഞ് ഷിപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് 12 മാസത്തെ സീ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസർ COCക്കുള്ള എലിജിബിലിറ്റി ആവും. സോ ഓഫീസർ COCക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് അത് UK മാത്രമേ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. MCA അണ്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സെക്കൻഡ് മേറ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ക്ലാസ് 4 എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾ അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ പിന്നെയും എക്സ്പെൻസ് ആണ്. അതായത് നിങ്ങൾ സെക്കൻഡ് മേറ്റ് എക്സാം ചെയ്യുമ്പോഴും ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കോളേജ് ഫീ അടക്കേണ്ടി വരും. സോ അതിനും നല്ലൊരു എമൗണ്ട് വരും. ക്ലാസ് 4 ടിക്കറ്റ്, അതായത് എഞ്ചിനീയേഴ്സിന്റെ ഭാഗത്തിൽ പോകാനുള്ള ടിക്കറ്റ്സിന് നിങ്ങൾക്ക് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യണം. പ്ലസ് നിങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ മണി നല്ലപോലെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഏകദേശം എമൗണ്ട് വരുന്ന വെച്ചാൽ ഒരു 30 ലക്ഷത്തിന് മേലെ. അതായത് നിങ്ങൾ HND കോഴ്സ് പഠിച്ച് പിന്നെ നിങ്ങൾ UK പോയിട്ട് COC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30-35 ലക്ഷം രൂപ വരെ 35 ലാക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ആകുന്നതായിരിക്കും. ഇത്രയും പൈസ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കയറാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. അതായത് ഇന്ത്യയിൽ ചെയ്യുന്ന DNS പോലെ പഠിക്കുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ HND കോഴ്സിന് സ്പോൺസർഷിപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജോലി കയറാൻ പറ്റുന്നത്? യെസ്, ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ജോലി കയറണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏജന്റ് ത്രൂ പോകേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും മെർച്ചന്റ് നേവിയിൽ നല്ല പൊസിഷനിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരെ റെക്കമെൻഡേഷൻ റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷിപ്പിൽ കയറാൻ പറ്റും. ഇല്ലെങ്കിൽ ഏജന്റ് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. വേറെ നമുക്ക് സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റോ ഇതിൽ കിട്ടത്തില്ല. സോ ഇത് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇത്രയും നമ്മൾ കോസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്, പ്ലസ് നമുക്ക് അതിൽ പ്ലേസ്മെന്റും കിട്ടുന്നില്ല. സോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രമേ ഈ HND കോഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു മുൻകൂട്ടി. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ CDC ആണ്, അതായത് കണ്ടിന്യൂ ഡിസ്ചാർജിങ് സർട്ടിഫിക്കറ്റ്. ഷിപ്പിൽ കയറാൻ CDC ആവശ്യമാണ്. സോ നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ CDC ആണ് വേണ്ടത്, നമ്മളെ കയ്യിൽ വേണ്ടത്. പക്ഷെ നമ്മൾ HND കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UK പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ UK CDC ആണ്. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എവിടെയും ഷിപ്പിൽ വർക്ക് ചെയ്യാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അതായത് ഒരു പൈറസി അറ്റാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വാർ സോണില് ഇല്ല, മാർപോൾ വയലേഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇല്ല, ഷിപ്പ് മുങ്ങിപ്പോയി അങ്ങനെയുള്ള. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എംബസി സഹായിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യൻ എംബസിയാണ് നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്. സോ ഇന്ത്യൻ സിറ്റിസൺ ആണ് നമ്മൾ. പക്ഷെ നമ്മളെ കൈമേലുള്ള CDC ഏതാണ്? നമ്മളെ കൈമേലുള്ള CDC UK CDC ആണ്. സോ ഇന്ത്യൻ എംബസിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ UK ആണോ നമ്മളെ സഹായിക്കുന്നത്? അവർക്കും പറ്റില്ല. അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിറ്റിസൺ ഇന്ത്യൻ ആണ്, നിങ്ങൾ UK സിറ്റിസൺ അല്ല, പക്ഷെ നിങ്ങളെ കൈമേലുള്ള CDC UK ആണ്, അതിലും കാര്യമില്ല. സോ നമ്മൾ ആ സമയത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അന്നേരം നമ്മൾ യൂണിയനായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടി വരും. MLCക്ക് കംപ്ലൈന്റ് ചെയ്യണം, ITFന് കംപ്ലൈന്റ് ചെയ്യണം, അങ്ങനെ കുറേയേറെ കംപ്ലൈന്റ് ചെയ്ത് കുറെ ട്രബിൾസ് ഉണ്ടാവും ആ സമയത്ത്. അത് മാത്രമായിരിക്കും ഇതിലൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. HND കോഴ്സ് എവിടെയാണ് പഠിക്കേണ്ടത്? HND കോഴ്സ് പഠിക്കേണ്ടത് ഇന്ത്യയിൽ 4 കോളേജസ് ആണുള്ളത്. ഒന്ന് BP മറൈൻ, മുംബൈയിലുള്ള BP മറൈനിലാണ്. BP മറൈനിൽ നമുക്ക് നോട്ടിക്കൽ സയൻസ് HND കോഴ്സ് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് തൊലാനി മുംബൈയിലുള്ള തൊലാനിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എഞ്ചിനീയറിംഗ് ആണ്. HND എഞ്ചിനീയറിംഗ് ആണ് അവിടെ പഠിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ചെന്നൈയിൽ വെയിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് ചെന്നൈ, അവിടെ പഠിക്കാൻ പറ്റുന്നത് നമുക്ക് നോട്ടിക്കൽ സയൻസ് ആണ്. HND നോട്ടിക്കൽ സയൻസ് പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നത് അമറ്റ് കോളേജ് ചെന്നൈ. അമറ്റ് കോളേജിൽ നമുക്ക് നോട്ടിക്കലും പറ്റും, പ്ലസ് അവിടെ എഞ്ചിനീയറിംഗും ഉണ്ട്, കൂടാതെ ETO കോഴ്സും നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും.
അപ്പോൾ അമറ്റിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് HND തന്നെ നമുക്ക് ഈ 3 സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. 3-ൽ ഏത് വേണമെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റും. സോ അവിടെ ചോയ്സസ് ഉണ്ട്. മറ്റുള്ള കോളേജസിൽ അതില്ല, അമറ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം അമറ്റ് ഒരു വലിയ കോളേജാണ്, അവിടെ ഏറെ കോഴ്സസ് ഉണ്ട്. സോ അവിടെ ഒരു ബെസ്റ്റ് ഒരു ചോയ്സ് ആണ് ഞാൻ പറയുന്നത് പഠിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെ എന്ന് പറഞ്ഞെങ്കിൽ ടൈപ്പ് ആയിട്ടുള്ള കോളേജസ് UK ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്ലാസ്ഗോ, പിന്നെ വരുന്നത് ടൈൻസൈഡ്. ഈ കോളേജാണ് അമറ്റിന്റെ ടൈപ്പ് ആയിട്ടുള്ള കോളേജ്. പിന്നെ BP മറൈനിലൊക്കെ ടൈപ്പ് ആയിട്ട് വരുന്നത് സൗത്ത് ഷീൽഡ് ആണ്. മറ്റുള്ള കോളേജസിൽ കൂടുതലും സൗത്ത് ഷീൽഡ് ആണ് വരുന്നത്. പിന്നെ കുറച്ചേറെ കോളേജസ് സോളൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ടൈപ്പ്. സോ നിങ്ങൾക്ക് HNT കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ DNS പഠിക്കണോ എന്നുള്ള ഒരു ആശയത്തിൽ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ എന്തായാലും ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ തീർച്ചയായും പിന്നെയും വരുന്നതായിരിക്കും. സോ നന്ദി, നമസ്കാരം.